വാദിഭാഗത്തിന് നെടുനായകത്വം വഹിച്ച പ്രോസിക്യൂട്ടർ ശ്രീ വിനീതാണ് നമുക്കൊപ്പം ചേരുന്നത്. സാർ, പ്രോസിക്യൂഷന്റെ ഏറ്റവും വലിയ ഒരു വിജയമാണ് കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ എന്നും ഒരു പെൺതൂവലായി മാറുന്ന കോടതി വിധി ഉണ്ടായിരിക്കുന്നു. അതിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് അങ്ങ് നേതൃത്വം നൽകിയ ടീമിന്റെ ഒരു പ്രവർത്തനമാണ്. എങ്ങനെയാണ് ഈ ഘട്ടത്തെ കാണുന്നത്? അതായത് തീർച്ചയായിട്ടും നമ്മുടെ ഈ കേസ് കോടതിയിൽ വിജയപ്രദമായിട്ട് ഒരു പ്രോസിക്യൂട്ട് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം, ആ അവസരം വളരെയധികം നല്ല രീതിയിൽ ഉപയോഗിച്ചു. ഞാനും അതുപോലെ എന്റെ ടീം അംഗങ്ങളും അങ്ങേയറ്റം ഒരു നിതാന്ത ജാഗ്രതയോടുകൂടി തെളിവുകൾ പോലീസ് കളക്ട് ചെയ്ത് കൊണ്ടു തന്നത് അത് വളരെ സത്യസന്ധമായും അതുപോലെ സയന്റിഫിക് ആയിട്ടും ശാസ്ത്രീയമായിട്ടും ഒക്കെ നമുക്ക് അവിടെ തെളിയിച്ചെടുക്കാൻ കഴിഞ്ഞു. കാരണം ഇതിനകത്ത് സാഹചര്യ തെളിവുകൾ മാത്രമായിട്ടുള്ള ഒരു കേസാണ്, ഒരു ദൃക്സാക്ഷി പോലുമുള്ള കേസല്ല. കാരണം ഈ 14/10/2022 10:30 മണിക്ക് ആ വീട്ടിനകത്തേക്ക് ഷാരോൺ കയറി പോയി കഴിഞ്ഞ ശേഷം ഏകദേശം 20 അല്ലെങ്കിൽ 25 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരുന്ന സമയത്ത് അതിനുള്ളിൽ നടന്നത് എന്താണ് എന്നുള്ളത് ഷാരോണിനും ഗ്രീഷ്മയ്ക്കും മാത്രമേ അറിയാവൂ. അപ്പോ ആ ഒരു ബാക്കി ആരും കണ്ടിട്ടില്ല. പിന്നീട് ഉണ്ടാകുന്ന തെളിവുകൾ എന്ന് പറയുന്നത് സാഹചര്യ തെളിവുകളാണ്. അപ്പൊ ആ സാഹചര്യ തെളിവുകളെ കോടതിക്ക് കൺവിൻസ്ഡ് ആകുന്ന തരത്തിലേക്ക് ഓരോ സാഹചര്യങ്ങളെയും ഓരോ മുത്തുകളായി കോർത്തിണക്കി അത് പ്രോസിക്യൂഷൻ അത് കോടതിയിൽ അത് സമർപ്പിക്കുകയും അത് പൂർണ്ണമായും കോടതി അംഗീകരിക്കുകയും ചെയ്തതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷന് ഇത്രയും ഒരു നല്ല ഒരു കേസ് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങയോട് അത് ചേർത്ത് വെക്കാൻ ഒരാളെ വെട്ടുകത്തി കൊണ്ട് കൊലപ്പെടുത്തിയാൽ അത് വെട്ടുകത്തി അല്ലെങ്കിൽ കാണുന്ന ആളുകൾ വെടിവെച്ചാൽ തോക്ക് ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ അങ്ങ് ഈ കേസ് ഇതിന്റെ വിചാരണ നടക്കുമ്പോൾ അപ്പോൾ എത്രമാത്രം ഒരു സമ്മർദ്ദത്തിലൂടെ പരീക്ഷണത്തിലൂടെ ആയിരിക്കും അങ്ങ് വ്യക്തിപരമായി കടന്നു പോയിക്കൊണ്ടിരുന്നത്? അത് ഈ ന്യൂസ് 18-ലെ അങ്ങയുടെ ഈ ചോദ്യം വളരെയധികം വളരെ വിലപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഒരു ആയുധം നമുക്ക് കണ്ടെത്താൻ ഇതിനകത്ത് കഴിയില്ല എന്ന് മാത്രവുമല്ല, പ്രോസിക്യൂഷന്റെ കേസ് തന്നെ ഒരു പാരക്വിറ്റ് എന്ന വിഷം ഷാരോൺ രാജിന് കൊടുത്ത് കൊലപ്പെടുത്തിയ കേസ് എന്നാണ്. എന്നാൽ ഒരു ചെറിയ ഒരു അംശം പോലും പാരക്വിറ്റ് ശരീരത്തിലോ വസ്ത്രത്തിലോ രക്തത്തിലോ അല്ലെങ്കിൽ മറ്റ് വിസർജ്യങ്ങളിലോ ഒന്നും ഒരിടത്തും തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്ന ഒരു കേസാണിത്. കാരണം അത് വിഷം കൊടുക്കുന്നത് 14-ാം തീയതിയാണ്, മരിക്കുന്നത് 25-ാം തീയതിയാണ്. 11 ദിവസങ്ങൾക്ക് ശേഷമാണ് 12ാമത്തെ ദിവസമാണ് FIR എടുക്കുന്നത്. പിന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നത്. അപ്പോഴേക്കും 3 ഡയാലിസിസുകൾക്കും ഈ ഷാരോൺ വിധേയനായി കഴിഞ്ഞിരുന്നു. എല്ലാ തെളിവുകളും നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ആ നഷ്ടപ്പെട്ട തെളിവുകൾ എന്ന് പറയുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നഷ്ടപ്പെട്ടത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ വിദഗ്ധ അഭിപ്രായങ്ങളും ഡോക്ടർമാരുടെ സേവനവും ഷാരോണിനെ ചികിത്സിച്ച മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഒരു നിതാന്ത ജാഗ്രതയും ആ മെഡിക്കൽ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും, മെഡിക്കൽ ആണെങ്കിലും യൂറോളജി, ന്യൂറോളജി, അതുപോലെ ENT, ഈവൻ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ്, അവിടെ ഡിലീറിയം എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയതിന്റെ കാരണമൊക്കെ വളരെ വിശദമായിട്ട് ശാസ്ത്രീയമായിട്ട് കോടതിയിൽ തെളിയിക്കപ്പെട്ടു. അപ്പൊ അതിന്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തെളിവുകളിലൂടെ നമുക്ക് ഈ കേസ് തെളിയിക്കാൻ പോലീസിനും കഴിഞ്ഞത്, അത് കോടതിയെ കൺവിൻസ് ചെയ്തിട്ട് ശിക്ഷ ഉറപ്പാക്കുവാനും കഴിഞ്ഞത്. കൗശലക്കാരി എന്നുള്ളൊരു പ്രയോഗമാണ് കോടതി കഴിഞ്ഞ ദിവസം വാദത്തിലും അങ്ങ് സമർത്ഥിച്ചത്. പ്രണയത്തെ കൊന്നുവെന്നാണ്, ഒരു സാത്താന്റെ ചിന്ത ഉണ്ടായിരുന്ന ഒരാളെന്നാണ്. വൈകാരികമായി കൂടി കാണുമ്പോൾ ഈ നിയമവശമെല്ലാം ഉണ്ട്. ഒരു യുവാവ് ശരീരം ഉരുകി അഴുകി മരിച്ചതിന്റെ വേദന അത് അങ്ങ് എങ്ങനെയാണ്? അത് ഇതിനകത്ത് ഒരു വലിയ പ്രാധാന്യമുള്ള ഘടകം കോടതി റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് ആണ് എന്ന് കണ്ടെത്തുന്നതിലേക്ക് അത് പരിഗണിച്ചു എന്നുള്ളതാണ്. കാരണം നാക്ക് മുതൽ ലിംഗാഗ്രം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലൂടെയും രക്തം വാർന്നു പോകുന്നതായിട്ടുള്ള തെളിവ് കോടതിയിൽ വന്നു. കോടതി അത് പരിഗണിച്ചു. അപ്പോ ഇതെല്ലാം മുഴുവൻ ഇതെങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഗ്രീഷ്മ മനസ്സിലാക്കാൻ വേണ്ടി ഗ്രീഷ്മയുടെ ആ അറിവും ഈ വിവര സാങ്കേതിക വിദ്യയിലുള്ള പരിജ്ഞാനവും ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉപയോഗപ്പെടുത്തിയതിനു ശേഷം ഇത്രയധികം വളരെ പിടിക്കപ്പെടില്ല എന്നുള്ള തരത്തിൽ ഇത് വിശ്വസിച്ചിട്ട്, പക്ഷേ കോടതി അതിൽ എടുത്തു പറഞ്ഞ ഒരു ജഡ്ജ്മെന്റിൽ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, ഗ്രീഷ്മ അങ്ങനെ വിശ്വസിക്കുമ്പോൾ തന്നെ ഗ്രീഷ്മയുടെ ചുമലിൽ ഗ്രീഷ്മ അറിയാതെ എല്ലാ തെളിവുകളും ഗ്രീഷ്മ പേറുകയായിരുന്നു എന്നാണ് ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞത്. അപ്പോ ആ തരത്തിലേക്ക് ഗ്രീഷ്മ അറിയാതെ, അതായത് ജഡ്ജി ഒരു വലിയ ഒരു കോട്ട് അതിൽ കൊടുത്തു. എത്ര വിദഗ്ധനായിട്ടുള്ള ഒരു കുറ്റവാളിയാണെങ്കിലും ആ കൃത്യസ്ഥലത്തു നിന്ന് രക്ഷപ്പെടുമ്പോൾ അയാൾ അറിയാതെ ഒരു തെളിവ് അവിടെ അവശേഷിപ്പിച്ചിട്ടായിരിക്കും പോകുന്നത് എന്ന് കോടതി വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്നുള്ളത് നമുക്ക് കോടതിയിൽ തെളിയിക്കുവാനും വാദിക്കുവാനും കഴിഞ്ഞു. ഏതായിരുന്നാലും എല്ലാ അഭിനന്ദനങ്ങൾ, ആശംസകൾ. അരുൺ പാലോടിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.